അപ്പോൾ ഗുയിസേ നമ്മുടെ സീസൺ തുടങ്ങിയായിരുന്നല്ലോ. അപ്പം ഈ സീസണിലെ ഫസ്റ്റ് നല്ല വൃത്തിയുള്ളൊരു തോട്ടം നമുക്കിതേ വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ കൂടിക്കോട്ടോ. അതുപോലെ തന്നെ പുതുതായി മെഷീൻ എടുത്ത് ഇറങ്ങിയ നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളതേ, നമുക്ക് പുതുതായിട്ട് കിട്ടുന്ന ഒരു സൈറ്റ് അത് സ്ഥിരമാക്കാൻ വേണ്ടി ഒരു 3-4 കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം നല്ല വൃത്തിയായിട്ട് ആ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വൃത്തിയെന്ന് ഉദ്ദേശിച്ച് പുല്ല് പോലും കാണാതെ മണ്ണ് വരെ തെളിച്ച് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും ഒരു ഫിനിഷിങ് തന്നെ ആയിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയാലും അതുപോലെ തന്നെ ഒരു ദിവസം തീരാതെ നമ്മൾ നിർത്തേണ്ട വന്നാലും അതൊരു കഷ്ണമായിട്ട് തന്നെ അതൊരു ഫിനിഷിങ് കൊണ്ട് നിർത്തണം. അതുപോലെ തന്നെ പറമ്പിലൊരു കാന്താരത്തൈ നിന്നാലും അതവിടെ നിർത്തിയേക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കൂട്ടുകാർ കൂടിയാണ് വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ കൂട്ടുകാർ കൂടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുമല്ലോ. പ്രത്യേകിച്ച് മെഷീൻ്റെ സൗണ്ട് ഉള്ളപ്പം ആരും കേൾക്കില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതങ്ങനെയല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ മദ്യം വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ വർക്ക് ചെയ്യാൻ ഇറങ്ങരുത്. സകല തൈയും അടിച്ച് കളയും. പിന്നെ അതിൻ്റെ പേരിൽ വേറെ കേസാവും. അപ്പോൾ അതും പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ നമ്മൾ മെഷീൻ്റെ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാട്ടോ. നമ്മൾ പറമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു. അപ്പം നമ്മൾ കയറി നിൽക്കാൻ താമസിച്ചു, നമ്മുടെ മെഷീൻ ഒന്ന് നനഞ്ഞു. അപ്പം ആ മെഷീൻ പെട്ടെന്ന് നമ്മൾ ഓഫാക്കരുത്. നമ്മൾ കയറി നിന്നാലും ആ മെഷീൻ റണ്ണിങ്ങിൽ തന്നെ ആയിരിക്കണം. ആ മെഷീൻ ചൂടായി അഥവാ വെള്ളം ചാടിയാലും അത് ഉണങ്ങിപ്പോകാനുള്ളൊരു സാവകാശം നിങ്ങൾ കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ മെഷീൻ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫാക്കരുത്, കുറച്ച് റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമുക്ക് വർക്ക് തരാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. കാരണം നമ്മുടെ പറമ്പ് ഏത് രീതിയിലാണോ അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കല്ലും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ ഉള്ള പറമ്പാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഉദാഹരണത്തിന് ഇതൊന്ന് കണ്ടിട്ട് പോകും കേട്ടോ. ഇത്ര നേരം നമുക്ക് നല്ല ഫസ്റ്റായിട്ട് അടിക്കാൻ പറ്റി. ഇത് കണ്ടില്ലേ, ആ കമ്പും കോലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അത്രയും ഫിനിഷിങ് കിട്ടുന്നില്ല. അതിൻ്റെ മേളിൽ നമുക്ക് ഓടിച്ചു വിടാനേ കഴിയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണേ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ചിരട്ട വെറുക്കാനും അതുപോലെ തന്നെ വിറക് വെറുക്കാനും നമ്മുടെ കൂടെ തന്നെ കയറി നിൽക്കുന്ന ഒത്തിരി കസ്റ്റമറുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ. അപ്പം അവർക്ക് വേണ്ടി ഒന്ന് പറയുവാണ്, ഈ സംഭവം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാതെ നമ്മുടെ മുന്നിലോട്ട് കയറി വരുമ്പം ദേഹത്ത് തെറിക്കാം, കണ്ണിൽ തെറിക്കാം. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നമുക്ക് പറയാനേ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പെട്രോളിനും സ്പെയറിനൊക്കെ വില കൂടിയതുകൊണ്ട് നമ്മുടെ മണിക്കൂറിനും ചിലപ്പോൾ വ്യത്യാസം വരാം കേട്ടോ. അപ്പം ഈ വീഡിയോ അർഹതപ്പെട്ടവർക്ക് അയച്ചും കൊടുത്തോട്ടോ.